കണ്ണൂർ സെൻട്രൽ ജയിലിൽ മൊബൈൽ ഫോണുകൾ പിടികൂടിയ സംഭവത്തിൽ പോലീസ് ശാസ്ത്രീയമായ അന്വേഷണമാണ് നടത്തുന്നതെന്ന് സിറ്റി പോലീസ് കമ്മീഷണർ പി നിതിൻ രാജ്. ഫോണുകൾ എങ്ങനെ ജയിലിലെത്തുന്നുവെന്നതിൽ ചില വിവരങ്ങൾ ലഭിച്ചെന്നും കമ്മീഷണർ പറഞ്ഞു. കഴിഞ്ഞ 4 മാസത്തിനിടെ ജയിലിൽ ഫോണുകൾ പിടികൂടിയതുമായി ബന്ധപ്പെട്ട് 9 കേസുകളാണ് രജിസ്റ്റർ ചെയ്തത്. ഏപ്രിൽ മാസത്തിൽ മാത്രം 2 കേസുകളിലായി 5 മൊബൈൽ ഫോണുകളാണ് സെൻട്രൽ ജയിലിൽ പിടികൂടിയത്. സെല്ലുകളിൽ നിന്ന് ഇലക്ട്രോണിക് ഉപകരണങ്ങൾ വേറെയും കണ്ടെത്തിയിരുന്നു. 4 മാസത്തെ കണക്കെടുത്താൽ 9 കേസുകളിലായി 15 ഫോണുകൾ പിടികൂടി. എങ്ങനെയാണ് ജയിലിലേക്ക് ഫോണുകൾ എത്തുന്നത് എന്ന് കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് പോലീസ്. സെല്ലുകളിൽ പരിശോധന കൂടുതൽ ശക്തമാക്കുവാനാണ് ജയിൽ അധികൃതരുടെ തീരുമാനം. ഫോണുകൾ ജയിലിൽ എത്തിക്കുന്നതിൽ ഉദ്യോഗസ്ഥരുടെ ആരുടെയെങ്കിലും സഹായം ലഭിക്കുന്നുണ്ടോ എന്നതും പോലീസിന്റെ അന്വേഷണ പരിധിയിലുണ്ട്. പോലീസുമായി ബന്ധപ്പെട്ടിട്ട് ഇവരെല്ലാം കോടതിയിലേക്ക് പോകുന്ന സമയത്തോ അതല്ലെങ്കിൽ തിരിച്ച് ജയിലിലേക്ക് വരുന്ന സമയത്തോ ഒക്കെ കൃത്യമായി ബോഡി ഫ്രിസ്കിംഗ് ചെയ്തതിന് ശേഷമാണ് അവർ അഡ്മിറ്റും ചെയ്യുന്നത്. അപ്പോൾ അതല്ലാതെ ഇപ്പോൾ നമ്മൾ കാണുന്ന പല 2 കേസുകളുടെ സ്വഭാവം എന്ന് പറയുന്നത് ഒരുപക്ഷെ പുറമേ നിന്ന് എറിഞ്ഞു കൊടുക്കുന്നതോ മറ്റു രീതിയിലേക്കുള്ള സാഹചര്യമായിരിക്കാം. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ ഒരു പരിശോധന നടത്തിയിട്ടുണ്ട്. ഇൻവെസ്റ്റിഗേഷനുമായി ബന്ധപ്പെട്ട് കുറച്ച് ലീഡ്സ് നമ്മുടെ കയ്യിലുണ്ട്. അത് കൂടുതലായിട്ട് അന്വേഷണത്തിന് ശേഷം മാത്രമേ നമുക്ക് ഡിസ്ക്ലോസ് ചെയ്യാൻ പറ്റൂ. എന്തായാലും ജയിലും ജയിലധികൃതരും പോലീസും സംയുക്തമായി തന്നെ ഇക്കാര്യത്തിൽ അന്വേഷണം നടത്തുന്നു. തീർച്ചയായിട്ടും അതിൽ എല്ലാ കേസുകളും അവിടെ നിന്ന് അത്തരത്തിൽ കണ്ടെടുക്കുന്ന കേസുകളിൽ പലതും ജയിൽ സൂപ്രണ്ട് വഴിയാണ് നമ്മൾക്ക് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ അത്തരത്തിലുള്ള കേസുകളുടെ അന്വേഷണം ടൗണിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓരോ കേസും സ്പെസിഫിക് ആയി തന്നെ അതിന്റെ രീതി എന്താണെന്ന് മനസ്സിലാക്കാൻ അതെ ആ മൊബൈൽ ഫോണും അതുമായി ബന്ധപ്പെട്ടുള്ള ഗാഡ്ജറ്റ്സിന്റെ കൂടുതലായിട്ടുള്ള ഫോറൻസിക് എക്സാമിനേഷൻ ചെയ്താൽ മാത്രമേ നമുക്ക് അതിന്റെ കൂടുതൽ ഇൻഡെപ്ത് ഡീറ്റെയിൽസിലേക്ക് പോകാൻ പറ്റുള്ളൂ. അതിന്റെ അന്വേഷണം നടക്കുന്നുണ്ട്. ഓക്കെ, താങ്ക് യു. +2 കഴിഞ്ഞു, ഇനി എന്ത്? മാസം 1 ലക്ഷം രൂപ സ്റ്റൈഫൻഡോട് കൂടെ സൗജന്യമായി നഴ്സിംഗ് പഠിച്ചാലോ? അതും ജർമ്മനിയിൽ. +2 ഏത് ഗ്രൂപ്പ് പഠിച്ചവർക്കും ഇനി പഠിക്കാം, പറക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് യൂറോലീപ് ഇമിഗ്രേഷൻ കൺസൾട്ടൻസി, ജർമ്മൻ ലാംഗ്വേജ് ഇൻസ്റ്റിറ്റ്യൂട്ട്, കണ്ണൂർ, തൃശൂർ ആൻഡ് കൊല്ലം. ഫോൺ 7356 958 784 9400 100 499.